no gold is not enough. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്നുമായിട്ട് ഈ സമയത്തിന് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ബാക്കിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ആകുമ്പോഴത്തേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ സൂം ചെയ്താൽ ഞാനിപ്പോൾ ഈ സൈഡ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുകളിലൊന്ന് സ്ക്രോൾ ചെയ്യുക. നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് ആ എക്സ്റേ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്തിടുക. അതിന് മുമ്പിട്ട് നമ്മൾ ഈ സൈഡ് ഫുള്ള് സെലക്ട് ചെയ്യണം. സൈഡ് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ജി ക്ലിക്ക് ചെയ്ത് എക്സ് ക്ലിക്ക് ചെയ്ത് ഇത് അങ്ങോട്ട് നീക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം ഇവിടെ വന്ന് പിന്നെ നമ്മൾ ആ ടോഗിൾ എക്സ്റേ എന്നുള്ള ബട്ടൺ ഓഫ് ചെയ്യുക. ഇനി ഇവിടെ വെളിയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഫേസ് സെലക്ട് കൊടുത്ത് ഈ ഫേസ് ഇത്രയും സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് വേണം സെലക്ട് ചെയ്യാൻ. ഷിഫ്റ്റ് പ്ലസ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിലത്തത് മാത്രം സെലക്ട് ആവുന്നത് കാണാം. പിന്നെ നമ്മൾ 3 ഞെക്കി ഇവിടെ വന്ന് ഈ ടയറിൻ്റെ പോർഷൻ മാത്രം നമുക്ക് കളയണം. അതിനുവേണ്ടി സൂം ചെയ്ത് ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് അവിടെ എല്ലാം ക്ലിക്ക് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത് വെച്ചെടുത്തെല്ലാം ക്ലിക്ക് ചെയ്ത് അത്രയും ഭാഗം ഡീസെലക്ട് ആയി കളയാം. ഇപ്പുറത്തും അതേപോലെ തന്നെ ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് ഡീസെലക്ട് ആക്കാം. എന്നിട്ട് ഇവിടെ വന്ന് ഈ ഞെക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ ചെയ്തത് ശരിയല്ല, അതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പം ഞാൻ ജി ആണ് ഞെക്കിയത്. ഇപ്പോഴും ജി ആണ് ഞെക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്കിനി ഈ ആണ് ഞെക്കേണ്ടത്. ഈ ഞെക്കണം. ഈ ഞെക്കാനായിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്ന് ഈ ഞെക്കി ഇങ്ങോട്ട് നീക്കുമ്പോൾ ശരിയായിട്ട് വരുന്നത് കാണാം. ഒരു ഇത്രയും മാത്രം നമുക്ക് ആക്കിയാൽ മതി. എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് കാണാം. പിന്നെ ടയർ ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഈ ഫേസൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഈ കാറിൻ്റെ ഫേസൊക്കെ ശരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറിൻ്റെ ഫേസിന് പാകത്തിനാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡും ഒന്ന് നോക്കുകയാണ്. എല്ലാ സൈഡും ഒന്ന് നോക്കിയതിന് ശേഷം ഇവിടെ നമുക്കിനി ആ ഫേസ് വേണ്ട, അതുകൊണ്ട് അങ്ങനെ നീക്കി മാറ്റാം. പിന്നെ അതിന് ശേഷം ഈ ഭാഗം സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അറിയാതെടുത്ത കാറിൻ്റെ പടം എടുക്കാം. എന്നിട്ട് ഇതെടുത്ത് ഇങ്ങനെ സൈഡിലോട്ടാക്കാം. പിന്നെ നമ്മുടെ ആദ്യം സൂം ചെയ്ത് വെച്ച് ബ്ലെൻഡർ എടുത്ത് ബ്ലെൻഡറും ഇച്ചിരി സൈഡിലോട്ടാക്കി വെക്കാം. അപ്പോൾ രണ്ട് സൈഡിലേക്ക് കാണുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഈ കാറിനകത്ത് നോക്കി നമുക്കിങ്ങനെ ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ മാരുതി കാറുകൾക്കൊന്നും ഇങ്ങനെ വട്ടത്തിലല്ല ലൈറ്റുള്ളത്, ബോക്സ് പോലെയാണ്. അപ്പോൾ നമ്മളും ചെയ്യുന്നത് ബോക്സ് പോലെയാണ്. നമുക്ക് ഇന്ത്യൻ കാറാണല്ലോ ഇഷ്ടം. ഇനി സൂം ചെയ്ത് വെർട്ടെക്സ് എഡ്ജ് സെലക്ട് പോയി ആ എഡ്ജ് മാത്രം സെലക്ട് ചെയ്ത് ഈ എഡ്ജ് കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആ എഡ്ജ് മാത്രം സെലക്ട് ചെയ്ത് ജി എക്സ് എന്ന് സെലക്ട് ചെയ്ത് അങ്ങോട്ട് നീക്കി ഇത്ര ഇങ്ങനെ ആക്കി വെക്കാം. പക്ഷേ അവിടെ ഒരു കുഴപ്പമുള്ളത് ബാഗ് മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് സെലക്ട് എടുത്ത് ആ പോയിൻ്റ് സെലക്ട് ചെയ്ത് ജി ഞെക്കി എക്സ് ഞെക്കി അങ്ങോട്ട് നീക്കാം. അപ്പം നീങ്ങുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ കൺട്രോൾ ഇസഡ് 2 പ്രാവശ്യം ഞെക്കുമ്പോൾ അതിങ്ങനെ നേരെ ആവുന്നത് കാണാം. അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് ആ എഡ്ജോടെ സെലക്ട് ചെയ്യാം. പിന്നെ ജി ഞെക്കി എക്സ് ഞെക്കി അങ്ങോട്ട് നീക്കാം. പക്ഷേ ആ എഡ്ജ് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് ബാക്കിൽ വന്ന് ഷിഫ്റ്റ് പ്ലസ് ഈ എഡ്ജൂടെ സെലക്ട് ചെയ്യാം. ഇനി ജി എക്സ് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് നീക്കാം. അങ്ങോട്ട് നീക്കുമ്പോൾ ഇത്രയും മാത്രം നമുക്ക് മതി. ഇപ്പോൾ അത് ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ബാക്കിലൊക്കെ ബിവലൊക്കെ ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കണം. ഇനി നമ്മൾ ബിവലൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ സൈഡിലത്തെ എല്ലാം ഷിഫ്റ്റ് പ്ലസ് ഞെക്കി കോർണറുകൾ മാത്രം സെലക്ട് ചെയ്യണം.
Shift+A കോർണറുകൾ മാത്രം സൂം ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GX ക്ലിക്ക് ചെയ്ത് ഇതിങ്ങനെ ആക്കി വെക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഷിഫ്റ്റ് ഞെക്കി ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് നീക്കണം. GX ഇങ്ങനെ. അതിനുശേഷം ഇത്ര വെച്ചതിന് ശേഷം ഷിഫ്റ്റ് ഞെക്കി നമ്മൾ ഇപ്പോൾ രണ്ടാമത് സെലക്ട് ചെയ്തതെല്ലാം ഡീസെലക്ട് ചെയ്യണം. ഡീസെലക്ട് ചെയ്തതിന് ശേഷം മറ്റേത് നമ്മൾ GX ക്ലിക്ക് ചെയ്ത് കുറച്ചുകൂടെ അങ്ങോട്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് കാണാം. അപ്പം ആ ഒരു പോർഷൻ ശരിയായി. ഇനി അടുത്ത പോർഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അടുത്ത പോർഷൻ എന്താണെന്ന് വെച്ചാൽ ഫേസ് സെലക്ട് പോയിന്റ് സെലക്ട് എടുത്ത് ഈ പോയിന്റ് മാത്രം സെലക്ട് ചെയ്ത് GX ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി അങ്ങോട്ട് വെക്കാം. ഈ പോയിന്റ് സെലക്ട് ചെയ്ത് പോയിന്റ് മാത്രം സെലക്ട് ചെയ്ത് GX ക്ലിക്ക് ചെയ്ത് അതും ഇച്ചിരി അങ്ങോട്ടാക്കാം. പിന്നെ ഈ പോയിന്റ് കൂടെ സെലക്ട് ചെയ്ത് GX അതും ഇച്ചിരി അങ്ങോട്ടാക്കാം. ഈ പോയിന്റ് കൂടെ GX ഇങ്ങനെ നോക്കാം. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പോയിന്റ് CTRL-Z നോക്കി 3 പ്രാവശ്യം CTRL-Z വെക്കണം. എന്നിട്ട് ഈ പോയിന്റ് സെലക്ട് ചെയ്ത് ഇച്ചിരി ഉള്ളിലോട്ടാക്കാം. അത് നമുക്കിനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ടാക്കാം. GY. ഇനി ഈ പോയിന്റ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന പോയിന്റ് എടുത്ത് മറ്റേ പോയിന്റ് തൊട്ടിപ്പുറത്തോട്ടാക്കണം. നമ്മളിപ്പോൾ വെച്ചതിൻ്റെ പോയിന്റ് തൊട്ടിപ്പുറത്തോട്ടാക്കി വെക്കാം. അതിനുശേഷം എൻ്റർ അടിച്ചിട്ട് മുകളിലേക്ക് നമ്മളൊന്ന് കറക്കി നോക്കുകയാണ് എവിടെയെങ്കിലും ചെയ്യാനുണ്ടോയെന്ന്. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഡ്ജ് സെലക്ട് എടുത്ത് ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ഞെക്കി ഇച്ചിരി താപ്പോട്ടാക്കി വെക്കാം. അടുത്തത് പോയിന്റ് സെലക്ട് ആണ്. പോയിന്റ് സെലക്ട് ആക്കി ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ഇച്ചിരി വെളിയിലോട്ടാക്കി വെക്കാം. പിന്നെ ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ഞെക്കി ഇച്ചിരി വെളിയിലോട്ടാക്കി വെക്കാം. ഇനി ഈ എഡ്ജോട് സെലക്ട് ചെയ്ത് ഞെക്കി ഇച്ചിരി അങ്ങോട്ടാക്കി വെക്കാം. അപ്പോൾ ആ സൈഡ് ശരിയായി. ഇനി ഇച്ചിരി നമ്മൾ ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ ലൈറ്റ് വെക്കണം. ലൈറ്റ് വെക്കാനായിട്ട് നമ്മളിവിടെ ബോക്സ് ലൈറ്റാണ് വെക്കുന്നത്. ഇന്ത്യൻ മാരുതി കാറിൻ്റെ കണക്ക് നമ്മൾ ഫേസ് സെലക്ട് എടുത്ത് ആ ഫേസ് മാത്രം സെലക്ട് ചെയ്ത് ഈ ഫേസോടെ സെലക്ട് ചെയ്യാം. ഈ ഫേസോടെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി അകത്തോട്ട് ഇങ്ങനെ ആക്കാം. ഇത്രയും മാത്രം ആക്കിയാൽ മതി. ഇച്ചിരി മാത്രം അകത്തോട്ടാക്കണം. ഇനി എൻ്റർ അടിക്കാം. അതിനുശേഷം ചെയ്യേണ്ടതെന്നാൽ ഈ ഞെക്കി അത് ഇച്ചിരി അകത്തോട്ടാക്കാം. ഈ ഞെക്കി അകത്തോട്ടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ അകത്തോട്ടാക്കിയത് CTRL-Z ഞെക്കി മാറ്റുകയാണ്. പിന്നെ ഷിഫ്റ്റ് CTRL-Z ഞെക്കി നമുക്കത് മാറ്റാം. ഷിഫ്റ്റ് CTRL-Z. അപ്പോൾ അത് നമ്മൾ ഞെക്കി ചെയ്ത കണക്ക് മാത്രം ആക്കണം. അത് മാത്രം ആക്കിയതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ് മാത്രം നമ്മൾ ഈ ഞെക്കി ഇച്ചിരി അകത്തോട്ടാക്കാം. അതിന് ശേഷം ഇതിങ്ങനെ കറക്കി റൊട്ടേറ്റ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യണം. ഈ ഫേസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് വെർട്ടിസസ് കൊടുത്ത് അങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ CTRL-Z മാറ്റിയിട്ട് ഡിലീറ്റ് ഫേസസ്. അപ്പോൾ അത് പോയി. അടുത്ത ഫേസ് കൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഈ ഫേസ് കൂടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഫേസസ്. അപ്പോൾ അത് പോയി കഴിഞ്ഞു. ഇനി അവിടെ ഒരു ഹോളുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെർട്ടെക്സ് സെലക്ട് എടുക്കുകയാണ്. വെർട്ടെക്സ് സെലക്ട് എടുത്തിട്ട് ഈ വെർട്ടെക്സ് മാത്രം സെലക്ട് ചെയ്ത് GX
ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി ഇങ്ങോട്ട് മുട്ടിച്ച് വെക്കണം. അതായത് അത് മുട്ടി ഇനി വെളിയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ശരിയായി ഇരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ പോർഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് സെലക്ട് എടുക്കണം. അതിന് മുമ്പിട്ട് ഇവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ബിവലൊക്കെ ആക്കി അങ്ങോട്ട് നീക്കിയൊക്കെ വെക്കണം. അതിന് വേണ്ടിയിട്ട് GX ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി അങ്ങോട്ട് നീക്കി വെക്കാം. ഈ ലൈറ്റിനപ്പുറം പോകരുത്, പോകാത്ത രീതിയിൽ വേണം നീക്കി വെക്കാൻ. അതിനുശേഷം അടിയിലത്തേതും കൂടെ ക്ലിക്ക് ചെയ്ത് G ഞെക്കി ഇച്ചിരി അങ്ങോട്ട് വെക്കാം. ലൈറ്റിനപ്പുറം പോകരുത്. അടിയിലത്തെ കൂടെ ക്ലിക്ക് ചെയ്ത് GX അങ്ങോട്ട് ഇച്ചിരി വെക്കാം. അതിനുശേഷം ഇതും കൂടെ സെലക്ട് ചെയ്ത് GX ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് വെക്കാം. അതിനുശേഷം താപ്പോട്ട് വന്ന് ഇതും കൂടെ സെലക്ട് ചെയ്യാം, Shift+ ഇത്. അതിനുശേഷം Ctrl+B ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു ബിവലാക്കണം. ബിവലാക്കിയതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കാം. ഇനി ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്ന് ഈ ലൈറ്റ് ചെയ്യാം. ഫേസ് സെലക്ട് എടുത്തിട്ട് ഈ ലൈറ്റിൻ്റെ പോർഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഞെക്കി അത് ഇച്ചിരി വെളിയിലോട്ട് ഇങ്ങനെ ആക്കി വെക്കാം. Ctrl+I ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി ചെറുതാക്കിയിട്ട് ഇങ്ങോട്ടാക്കിയാൽ മതി നമുക്ക്. അപ്പോൾ അത് Ctrl+I ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കി ഈ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടാക്കുമ്പോൾ ഒരു ലൈറ്റിന് കണക്കായത് കാണാം. അതിനുശേഷം ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് അതിപ്പോൾ ഇങ്ങനെ ലൈറ്റിന് കണക്കിങ്ങിരിക്കുന്നത് കാണാം. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്ന് ഈ ഭാഗം കൂടെ സെലക്ട് ചെയ്ത് Shift+ ഈ ഭാഗം സെലക്ട് ചെയ്ത് ഈ ഞെക്കി ഇച്ചിരി അകത്തോട്ടാക്കാം ഒരു ഫാഷന് വേണ്ടിയിട്ട്. ഈ ഞെക്കി അകത്തോട്ടാക്കിയതിന് ശേഷം ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. ഈ ജനാല പോലെ ഇരിക്കുന്നത് നമ്മുടെ I ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കാം. അതിന് മുമ്പിട്ട് നമ്മുടെ ഇന്ത്യൻ കാറിന് ഈ ഭാഗമുണ്ട്, ഈ ഭാഗം കൂടെ ഗ്ലാസ് ആയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ I ക്ലിക്ക് ചെയ്ത് പക്ഷേ ഈ പടത്തിനകത്ത് അങ്ങനെ ഇല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട. പിന്നെ I ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഇച്ചിരി ഇങ്ങനെ ആക്കി വെക്കാം. അതിനുശേഷം ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് ഈ ഞെക്കി ഇച്ചിരി അകത്തോട്ടാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ മുമ്പിലത്തെ ഗ്ലാസ് കൂടെ അങ്ങനെ ആക്കണം. അതിനായിട്ട് നമ്മൾ മുമ്പിലത്തെ ഗ്ലാസിൻ്റെ പോർഷൻ സെലക്ട് ചെയ്യണം. മുമ്പിലത്തെ ഈ ഗ്ലാസിൻ്റെ പോർഷൻ, ആ ഗ്ലാസിൻ്റെ പോർഷൻ സെലക്ട് ചെയ്ത് I ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ച് ഈ ക്ലിക്ക് ചെയ്ത് അത് താപ്പോട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ വെക്കാം. ഇപ്പോൾ ഇത് ശരിയായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് കാണാം. അതിനുശേഷം ഈ ഫേസ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതൊക്കെ ആക്കാൻ വേണ്ടി ഫേസ് സെലക്ട് ചെയ്ത് Ctrl+R ഒരു ലൂപ്പ് കട്ട് ഇടണം. അവിടെ ഇങ്ങനെ ലൂപ്പ് കട്ടിട്ട് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കാം. അതിനുശേഷം ഈ ഫേസ് സെലക്ട് എടുത്ത് ഈ ഫേസ് സെലക്ട് ചെയ്ത് I നമുക്ക് ചെയ്യണ്ട, അതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് അത് ചെയ്ത് അപ്പോട്ടിങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ ഈ കാറിന് കണക്ക് ഇവിടെ ഇത് കാണാം. പിന്നെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് ബാക്ക് വ്യൂവിൽ പോയിട്ട് നമുക്കിനി ബ്രേക്ക് ലൈറ്റൊക്കെ ആക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് വ്യൂവിൽ വന്ന് സൂം ചെയ്യണം. സൂം ചെയ്തിട്ട് ഇനി ലൈറ്റ് വെക്കുന്ന പോർഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. ഈ പോർഷനായാൽ ഒരു വൃത്തികേടായിട്ടിരിക്കും, കാണാനൊരു രസം തോന്നത്തില്ല. ഈ പോർഷനായാലും ഇച്ചിരി ചെറുതായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് Shift+ ഈ പോർഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട്
ഈ ഞെക്കി അത് അകത്തോടാക്കാം. അതിനുശേഷം ഇതങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഈ ഫേസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഫേസസ് ക്ലിക്ക് ചെയ്യണം. ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യണം, ഡിലീറ്റ് ഫേസസ്. എന്നിട്ട് നമ്മൾ ഈ എഡ്ജ് സെലക്ട് എടുത്ത് ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് എഡ്ജസ് ക്ലിക്ക് ചെയ്യണം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എഡ്ജസ്. ഇപ്പോൾ അത് ഓക്കെ ആയി. അതിനുശേഷം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റൊട്ടേറ്റ് വന്ന് സൂം ഔട്ട് ചെയ്തതിന് ശേഷം ഇതായി കണ്ണാടി ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് വേറൊരു സംഭവം കൂടെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരു ലൂപ്പ് കട്ട് ഇടണം. ലൂപ്പ് കട്ട് ഇടാനായിട്ട് ഈ പോർഷൻ ഇങ്ങനെ വെച്ചതിന് ശേഷം Ctrl+R ക്ലിക്ക് ചെയ്തിട്ട് ഈ കർസർ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഒരു ലൂപ്പ് കട്ട് വരും. എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ പോർഷൻ സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഈ പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഈ എഡ്ജ് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഞെക്കി ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം എസ് ഈ ഞെക്കിയാലും ഇങ്ങനെയൊക്കെ വരും. അല്ലാണ്ട് നമ്മളിങ്ങനെ മാത്രം ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. അങ്ങനെ മാത്രം വെച്ചതിന് ശേഷം അങ്ങനെ മാത്രം വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ബാക്കിലോട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ പോർഷൻ മാത്രം ഇപ്പോൾ സെലക്ട് ആണ്. അത് വെച്ച് Y ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി പുറമോട്ടിങ്ങാക്കി വെക്കാം. അപ്പോൾ ഇത് നേരെ ഇരിക്കും. നേരെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ Ctrl+R ക്ലിക്ക് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് കൂടെ ഇപ്പുറത്തോട്ടിടണം. ഇട്ടതിന് ശേഷം ഈ പോർഷനും നമുക്ക് സെലക്ട് ചെയ്ത് ഈ ഞെക്കി മറ്റേ കണക്ക് ഇങ്ങനെ ആക്കി വെക്കണം. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് ഫേസ് സെലക്ട് എടുക്കണം. ഫേസ് സെലക്ട് എടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഫേസ് സെലക്ട് ചെയ്ത് ഈ ഞെക്കി അത് ഇച്ചിരി വെളിയിലോട്ടാക്കി ഇങ്ങനെ വെക്കാം. ഇപ്പോൾ അത് ഓക്കെ. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഈ ഫേസ് മാത്രം സെലക്ട് ചെയ്ത് Shift+D ക്ലിക്ക് ചെയ്ത് അത് മൂവ് ചെയ്ത് നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരാം. വെളിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് എസ് ക്ലിക്ക് ചെയ്ത് അത് ചെറുതാക്കാം, കുഞ്ഞിതാക്കണം. അത് നമുക്ക് ഈ സൈഡ് വിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. സൈഡ് വിൻഡോ അല്ല, സൈഡ് ഗ്ലാസ്. ഇനി നമ്മളിതായി ഇവിടെ കൊണ്ടുവന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇവിടെ ഇരിക്കുകയാണ്. ഇനി Z ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അതിനുശേഷം നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് GX ക്ലിക്ക് ചെയ്ത് ഇച്ചിരി അടുത്തോട്ട് ഇങ്ങനെ വെക്കാം. അതിനുശേഷം GY ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വെക്കാം. പിന്നെയും GX ക്ലിക്ക് ചെയ്ത് അടുത്തോട്ട് കയറ്റി വെക്കാം. GY ഞെക്കി മുടിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് വേണം Z ക്ലിക്ക് ചെയ്ത് മുകളിലോട്ടാക്കി GX ക്ലിക്ക് ചെയ്ത് അത് അങ്ങ് അകത്തോട്ട് കയറ്റി വെക്കണം. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് ഇവിടെ വന്ന് ഈ ഞെക്കി അത് വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇച്ചിരി വലുതാണ്. അതുകൊണ്ട് പിന്നെയും റൈറ്റ് ക്ലിക്ക് അടിച്ച് എസ് ഞെക്കി അത് ഇച്ചിരി കൂടെ ചെറുതാക്കണം. പിന്നെ ഈ ഞെക്കി കൊണ്ടുവരും അപ്പോഴും ഇച്ചിരി വലുതാണ്. അതുകൊണ്ട് പിന്നെ എസ് ഞെക്കി ഇച്ചിരി കൂടെ ചെറുതാക്കാം. ചെറുതാക്കിയതിന് ശേഷം ഈ ഞെക്കി വെളിയിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഓക്കെ ആയി. അതിനുശേഷം അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെയും ഈ ഞെക്കി അത് വെളിയിലോട്ട് കൊണ്ടുവരാം. അതിനുശേഷം Z ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി സപ്പോർട്ടിങ്ങനെ ആക്കി വെക്കാം, മുകളിലോട്ടാക്കി വെക്കാം. ഇതിൻ്റെ കണക്ക് മുകളിലോട്ടാക്കി വെക്കുമ്പോൾ പിന്നെ ഈ S ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി വലുതാക്കാം. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി ഇങ്ങനെ മുമ്പോട്ടാക്കി ഇങ്ങനെ വെക്കാം. അതിനുശേഷം അത് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി അങ്ങോട്ടാക്കി വെക്കണം. അതിനുശേഷം എഡ്ജ് സെലക്ട് ആക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം
ഫേസ് സെലക്ട് എടുത്ത് ഈ കണ്ണാടിയുടെ ഫേസുകൾ മാത്രം എല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. അതായത് ഈ വലിയ പോർഷൻ മാത്രം, ഈ കണ്ണാടിയുടെ വലിയ പോർഷൻ മാത്രം എല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. അത് പിന്നെ സൈഡിലത്തെ ആ ചെറിയ പോർഷനൂടെ സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ ഹാൻഡൊക്കെ ഞെക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ. പിന്നെ ഈ പോർഷനുകളെല്ലാം സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കണക്ക് അടിയിലത്തെ പോർഷൻ സെലക്ട് ചെയ്യും. പിന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്ന് R ക്ലിക്ക് ചെയ്തിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശരിയായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. R ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് ഡ്രൈവർ ഇങ്ങനെ വിൻഡോ സീറ്റിൽ നോക്കുമ്പോൾ ഇരിക്കുന്ന കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മതി. അതിനുശേഷം നമ്മൾ വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി റൊട്ടേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഫേസ് മാത്രം സെലക്ട് ചെയ്ത് I ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. ഇച്ചിരി മാത്രം ചെറുതാക്കിയിട്ട് E ക്ലിക്ക് ചെയ്ത് അത് ഇച്ചിരി ഒന്ന് പുറകോട്ടാക്കി വെക്കാം. അവിടെ ഗ്ലാസ് ഉള്ള രീതിയിലാക്കിയിട്ട് അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് മോഡിൽ വന്ന് ടാബ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിൽ വന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കി. നമുക്കിനി ടയറും കൂടെ ആഡ് ചെയ്താൽ മതി. റൊട്ടേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഈ ടയർ ആഡ് ചെയ്യുന്ന പോർഷൻ അടുത്തതിലാണ് കാണിക്കുന്നത്. അതിന് മുമ്പിട്ട് നമ്മൾ ടാബ് ക്ലിക്ക് ചെയ്ത് ഈ പോർഷൻ ഡിലീറ്റ് ചെയ്യണം. ഇവിടെ ഞെക്കിക്കൊണ്ട് എഡ്ജസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ CTRL Z ആക്കിയിട്ട് ഡിലീറ്റ് ഫേസസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോയി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഡിലീറ്റ് കളയുമ്പോൾ ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ് വന്നത്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിങ്ങോട്ട് നീക്കി വെച്ചു. G ഞെക്കി ഇങ്ങോട്ട് നീക്കി വെച്ചു. GX ഞെക്കി ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ടാബ് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് മെറ്റീരിയൽ പ്രിവ്യൂ പോയി നോക്കാം. മെറ്റീരിയൽ പ്രിവ്യൂ പോയി നോക്കിയതിന് ശേഷം നമുക്ക് മറ്റേത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതൊന്ന് സൂം ചെയ്ത് വെക്കാം. ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ പോയിട്ട് മെഷ് ടയർ ഉണ്ടാക്കുന്ന പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളൊന്നും ഇപ്പോഴത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല പേരുകളൊന്നും. നിങ്ങൾ പറയുമ്പോൾ ഞാനത് പേരിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളുടെ ലിങ്ക് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത പോർഷന് വേണ്ടി കാത്തിരിക്കുക. നാളെ വൈകിട്ട് 5 മണിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ആ ലൈക്ക് ഷെയറും കൂടെ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ. ബായ്.